ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വൈറലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നടൻ അക്ഷയ് കുമാർ പറയാണ്, നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ ഒരുപാട് തിരുത്തു വരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിനകത്ത് അധികവും മുഗൾ ഭരണകർത്താക്കളായിട്ടുള്ള അക്ബറിനെക്കുറിച്ചും ഔറംഗസീബിനെക്കുറിച്ചും അവരുടെ വീരസാഹസിക പ്രവൃത്തികളെക്കുറിച്ചുമാണ് അധികം പ്രതിപാദിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആർമിയിലുള്ള ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവൃത്തികളുണ്ട്. അതും കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് നടൻ അക്ഷയ് കുമാർ അഭിപ്രായപ്പെടുന്നത്. ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉള്ള സംഭവങ്ങളാണ്. കാരണം എന്നാലേ അത് ചരിത്രമായിട്ട് കണക്കാക്കപ്പെടുന്നുള്ളൂ. ഇന്ത്യയിൽ മുഗളന്മാർ 400 വർഷം ഭരിച്ചു, പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാർ ഭരിച്ചു. അവരൊക്കെ വരുന്നതിന് മുമ്പ് വേറെ പല രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചു. ഇതൊക്കെയാണ് ചരിത്രം. അല്ലാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും ചരിത്ര പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മുഗളന്മാർ ഇന്ത്യ വന്ന് ദീർഘനാൾ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യയിലുള്ള അന്നത്തെ രാജാക്കന്മാരുടെയും നാട്ടുപ്രമാണിമാരുടെയും കഴിവില്ലായ്മ കൊണ്ടാണ്. അവരിന്ത്യ കീഴ്പ്പെടുത്തി അത് ഭരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വന്നു കച്ചവടത്തിന് വേണ്ടിയിട്ട്. അവർ മുഗളന്മാരെ തുരത്തി ഓടിച്ചു. അവരും ഇന്ത്യ ദീർഘവർഷം ഭരിച്ചു. അപ്പോൾ അതൊക്കെയാണ് ചരിത്രം. അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൈനിക നേട്ടങ്ങൾ പ്രകീർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് ചരിത്ര പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ? ലോകത്തിൽ ഒരിടത്തും അങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയില്ല. ആ നടൻ പറഞ്ഞ കാര്യം ശുദ്ധ അസംബന്ധമാണ്.